യഥാർത്ഥ ഈശ്വര വിശ്വാസം സ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിതാവിന് അങ്ങനെ ദൈവവിളി ഞാനിങ്ങനെ വലിച്ച് ചുമച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മച്ചിയോട് കൂടെ പഠിപ്പിച്ചിരുന്നവർ എലിസബത്ത് ടീച്ചറുണ്ടായിരുന്നു. അവർ കണ്ടു ഈശ്വരന്റെ അസ്തിത്വം എത്ര കാലം നിലനിൽക്കും, ചോദ്യം ചെയ്യപ്പെടും. കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് കണ്ണൂർ ബിഷപ്സ് ഹൗസിലാണ്, എന്ന് പറഞ്ഞാൽ അരമനയിൽ. ഞങ്ങൾ തേടിയെത്തിയിരിക്കുന്നത് ലാളിത്യത്തിന്റെ ആൾരൂപം, മലബാറിന്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യം ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതലയുമായി സംവദിക്കാനാണ്. അലക്സ് വടക്കുംതല 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 12 വർഷം മുമ്പ് വരാപ്പുഴ, എറണാകുളം വരാപ്പുഴയിൽ നിന്ന് കണ്ണൂരിന്റെ മണ്ണിലേക്ക് വന്ന പിതാവാണ്. അദ്ദേഹം നല്ലൊരു ഗായകനാണ്. ആളുകളോട് ഏറ്റവും രസകരമായി സംവദിക്കുന്ന, ചേർത്ത് നിർത്തുന്ന ഒരു മനുഷ്യനാണ്. ജാതിമത ഭേദമന്യേ ഏവരുടെയും ഹൃദയം കീഴടക്കിയ ഡോക്ടർ അലക്സ് വടക്കുംതലയുടെ ജീവിതം അറിയാൻ അദ്ദേഹത്തിന്റെ ബാല്യം, കൗമാരം, യുവത്വം, ഇന്നും യുവാവാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ ജീവിതത്തിലൂടെ നമുക്ക് ഒന്ന് സഞ്ചരിക്കാം. പ്രേക്ഷകർക്കും ഒപ്പം പിതാവിനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. പിതാവേ, നവാസ് മേത്തറിൻ്റെ കൂടെ ഇങ്ങനെ അല്പനേരം സമയം ചെലവഴിക്കാൻ സാധിച്ചത് വലിയൊരു സൗഭാഗ്യമായിട്ട് കാണുന്നു. ഇതിന് കളമൊരുക്കിയ കണ്ണൂർ വിഷനെ ആദ്യം തന്നെ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുക. പിതാവേ, ഞാൻ ഈ ബാല്യം, കൗമാരം, യുവത്വം എന്ന് പറഞ്ഞു നിർത്താൻ കാരണം, ഇപ്പൊ ആധുനിക ശാസ്ത്രം വളർന്നല്ലോ. അപ്പൊ ആയുർദൈർഘ്യം 120 വയസ്സിലേക്ക് എത്തുകയാണ്. അപ്പൊ പിതാവ് സ്റ്റിൽ യുവാവ്. ബാല്യം, കൗമാരം, യുവത്വത്തിൽ നിൽക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ ഇനിയും ചെറുതാകാൻ തയ്യാറാണ്. ഇനി കൗമാരത്തിലേക്ക് പോകാൻ റെഡിയാണ്. തീർച്ചയായിട്ടും. പിതാവ് ഗാന രചയിതാവ്, അതുപോലെ ഗായകനൊക്കെയാണ് കേട്ടത്. അപ്പൊ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് 2 വരി പാട്ടിൽ തുടങ്ങിയാലോ? എന്നാൽ പിന്നെ ഈ ആവശ്യമില്ലാത്ത ഗൗരവത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് ഈ മതം, ജാതി, മനുഷ്യർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഗൗരവമുള്ള ഒരു സാധനമായി മാറി. പ്രത്യേകിച്ച് മതം തന്നെ ഭയങ്കര സീരിയസ് ആവശ്യമില്ലാത്ത ഗൗരവം. അത് മതം എന്ന് പറഞ്ഞാൽ തന്നെ കുഴപ്പം പിടിച്ചൊരു സാധനമായി മാറിയിരിക്കുന്ന കാലമാണ്. പേരുകൊണ്ട് മനുഷ്യർ തമ്മിൽ അകലുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്നേഹത്തോടെ 4 വരി പാട്ടിലൂടെ അങ്ങ് തുടങ്ങിയാലോ? ഓക്കെ. ഞാൻ ഏറ്റവും അവസാനം എഴുതി കെസ്റ്റർ മനോഹരമായിട്ട് ആലപിച്ച് മനോരമ മ്യൂസിക്സ് പബ്ലിഷ് ചെയ്ത ഒരു പാട്ടുണ്ട്. ഞാൻ തളരുന്ന നേരം താങ്ങിത്തഴോടുന്ന നാഥൻ എന്ന് പറഞ്ഞൊരു ഗാനമാണ് ഏറ്റവും അവസാനം എഴുതിയത്. അത് യഥാർത്ഥത്തിൽ വയനാട് മക്കിയാട് ബെനഡിക്റ്റൈൻ ആശ്രമമുണ്ട്. അവിടെ ഞാനൊരു ധ്യാനത്തിന് പോയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വരികളാണ്. അത് അവിടെ തന്നെ കുറിച്ചെടുത്തു. പിന്നീട് തിരികെ വന്നപ്പോൾ കണ്ണൂർ നിന്ന് തന്നെയുള്ള പിലാത്രയിലെ ഡിക്സൺ സാറിന് കൊടുത്തു. മനോഹരമായിട്ടുള്ള ഒരു ഈണം നൽകി. ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് അത് ആലപിച്ചത് കണ്ണൂർ രൂപതയുടെ സഹായമെത്രാൻ ഡെന്നീസ് കുറുപ്പശ്ശേരി പിതാവിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ ചടങ്ങിലാണ്. അത് നന്നായിട്ട് ആലപിച്ചു. പിന്നീട് മനോരമ മ്യൂസിക്സ് തന്നെയാണ് അത് ആവശ്യപ്പെട്ട് റെക്കോർഡ് ചെയ്തത്. അതിൻ്റെ 2 വേർഷനും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. കെസ്റ്ററിൻ്റെ ഭാഗത്തുനിന്ന് മെയിൽ വോയിസിലും പിന്നെ ഫീമെയിൽ വോയിസിലും അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ലൈനാണിത്. ഞാൻ തളരുന്ന നേരം താങ്ങി തലോടുമൻ നാഥൻ. യഥാർത്ഥത്തിൽ നമ്മളുടെ ഈശ്വര വിശ്വാസം എന്നുള്ളത് ജീവിതത്തിൽ തളർച്ചയും സങ്കടവും സഹനങ്ങളൊക്കെ വരുമ്പോൾ ഈശ്വരൻ്റെ ആ പരിപാലിക്കുന്ന കരം നമ്മോടൊപ്പം ഉണ്ടാകും. ആ തലോടലും ആ താങ്ങലും കരുതലുമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഈശ്വര വിശ്വാസം നമുക്ക് നൽകുന്ന വലിയൊരു കരുത്ത് ഇതാണ്. ജീവിതത്തിൽ എന്നും പ്രത്യാശയുണ്ട്. ഏത് സാഹചര്യം വന്നാലും നമ്മെ ശക്തിപ്പെടുത്തുന്ന ആ ദൈവിക സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാകും. അതാണ് ഈ വരികളുടെ പിന്നിലുള്ള തുടക്കം. ഈശ്വര വിശ്വാസം വരെ ചോദ്യം ചെയ്യപ്പെടുന്ന AI യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ എല്ലാത്തിനെയും കീഴടക്കാൻ പോകുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് മനുഷ്യരെ തന്നെ സൃഷ്ടിക്കാനുള്ള
ഒരു ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ മതവും ഈശ്വരനും ഒക്കെ ഒരു കുഴപ്പക്കാരാണ് എന്ന് സമൂഹം കാണുന്ന പുതിയ തലമുറയ്ക്ക് അങ്ങനെ ചിന്തിക്കുക. മതത്തിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ കൊല്ലപ്പെടുന്നത്. മതമില്ലാത്ത രാജ്യത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം നിലനിൽക്കുന്നു. ഫിൻലാൻഡിൻ്റെയൊക്കെ കഥ നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെയൊക്കെ ഹാപ്പിനെസ് റേറ്റിംഗ് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പിതാവ് പറഞ്ഞ ഈശ്വരൻ്റെ അസ്തിത്വം എത്ര കാലം നിലനിൽക്കും? ചോദ്യം ചെയ്യപ്പെടുമോ? ചോദ്യം ചെയ്യപ്പെടേണ്ടതാണത്. കാരണം അങ്ങനെ ഈ ചോദ്യം ചെയ്ത് എന്താണ് യഥാർത്ഥ ഈശ്വര വിശ്വാസമെന്ന് മനസ്സിലാക്കിയിട്ട് പോയില്ലെങ്കിലാണ് അതൊരു വലിയ അബദ്ധം. വിശ്വാസം എന്ന് പറയുന്നത് ജീവിതത്തിൽ മനുഷ്യജീവിതത്തെ കൂടുതൽ സംതൃപ്തിയിലേക്കും സൗഭാഗ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അത് തെറ്റായ രീതിയിൽ പോയി കഴിയുമ്പോഴാണ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാകുകയും മനുഷ്യനെ തമ്മിൽ തല്ലുന്ന വെറുപ്പായിട്ടും വൈരാഗ്യവും മത്സരബുദ്ധിയും ഒക്കെ വരുന്നത്. യഥാർത്ഥ ഈശ്വര വിശ്വാസിക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാത്ത ഒരു മതമല്ല, സ്നേഹിക്കാത്ത ഒരു വിശ്വാസം ഈശ്വര വിശ്വാസവുമല്ല. അതുകൊണ്ട് മതം വിശ്വാസം നിരന്തരം ചോദ്യം ചെയ്യപ്പെടണം. കറക്റ്റാണ്. പ്രത്യേകിച്ച് ആധുനിക തലമുറ ചോദ്യം ചെയ്യപ്പെടുന്നതിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ചോദ്യം ചെയ്ത് ഈ എന്താണ് ത്രോ എവേ ബേബി വിത്ത് ബാത്ത് വാട്ടർ എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ ആ തൊട്ടിലിൻ്റെ കൂടെ വലിച്ചെറിയേണ്ടതല്ല. ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ പോരായ്മകളും ന്യൂനതകളും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും നൈർമല്യത, ആർദ്രത, സ്നേഹഭാവം അതാണ് സ്വന്തമാക്കേണ്ടത്. അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ സ്ട്രക്ചേഴ്സൊക്കെ യഥാർത്ഥത്തിൽ അതൊരു ഭാരമായി അനുഭവപ്പെടും. ഈ മതം മനുഷ്യന് ഒരു കഷ്ടതയിലേക്ക് വരുള്ളൂ. യഥാർത്ഥ ഈശ്വര വിശ്വാസം സ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാളിത്യത്തിലാണ് അതിൻ്റെ സമ്പൂർണ്ണത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതും. അല്ല, ഇപ്പോഴത്തെ കാലത്ത് പിതാവിനെ പോലുള്ള ഒരാളുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഈ പ്രേക്ഷകർ ആദ്യം ചോദിക്കുക ഇതായിരിക്കും, ഇതൊരു കുഴപ്പം പിടിച്ച സാധനമല്ലേ എന്ന പുതിയ തലമുറയുടെ മനസ്സിൽ. കാരണം ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഒന്നാണ് ദൈവം സർവശക്തനാണ്, ഞാനാണ് വലിയവൻ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ പിതാവി പറഞ്ഞതുപോലെ ഇതിനെ എത്രമാത്രം ചോദ്യം ചെയ്യപ്പെടാൻ പറ്റും എന്നും പലരും ആലോചിക്കുന്നുണ്ട്. അതേക്കുറിച്ച് ഈ നല്ല വിശ്വാസത്തിൽ ആഴപ്പെട്ടവരെല്ലാവരുടെയും ആ വിശ്വാസം അതിൻ്റെ തനിമയിലേക്ക് വന്നിട്ടുള്ളത് നിരന്തരം ആ വിശ്വാസത്തെപ്പറ്റി ചോദ്യം ചെയ്യുകയും പിന്നെ അതങ്ങനെ അപഗ്രഥിച്ച് പോകുമ്പോഴാണ്. ഇത് അന്ധമായ വിശ്വാസമാണ് പലപ്പോഴും അബദ്ധമായി മാറുന്നത്. ആ സമയത്ത് നിരന്തരം ഇപ്പം ഞാൻ വൈദികനായത് ഒരു 14 വർഷം 15 വർഷത്തോളം നീണ്ട ഒരു വിചിന്തനത്തിൻ്റെയും പഠനത്തിൻ്റെയും നിരന്തരമായ ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വിചിന്തനത്തിൻ്റെയും ഒക്കെ ഒടുവിലാണ്. അല്ലാതെ ഞാൻ വൈദികനാകാം എന്ന് വിചാരിച്ചിട്ട് എന്നാൽ ശരി പിറ്റേ ദിവസം ഈ വെളുത്ത ഉടുപ്പെടുത്തിട്ട് പോവുകയും അതിനുശേഷം കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഈ ചുവപ്പ് തൊപ്പിയും ഇതൊക്കെ കിട്ടിയതല്ല. ഞാൻ ഒരു ആദ്യത്തെ പ്രാഥമിക പഠനം ഒക്കെ പൂർത്തീകരിച്ച ശേഷം അന്ന് +2 എന്താണ് പ്രീ ഡിഗ്രി ആണല്ലോ. ആ പ്രീ ഡിഗ്രിക്ക് ശേഷം പൂനെയിലാണ് ഞാൻ എൻ്റെ തത്വശാസ്ത്ര പഠനം നടത്തിയത്. അതൊരു 3 വർഷം ആ തത്വശാസ്ത്രം പഠനം കഴിഞ്ഞിട്ട് 1 വർഷം ഞാൻ ബ്രേക്ക് എടുത്തു. ആ സമയം ഈ പഠനത്തിൽ നിന്നുമൊക്കെ മാറിയിട്ട് ഒരു പ്രായോഗിക പ്രവർത്തനത്തിലായിരുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ചിന്തിച്ചു. പിന്നീട് 4 വർഷത്തെ ദൈവശാസ്ത്രം അല്ലെങ്കിൽ തിയോളജി പഠിച്ചു. ഈ ദൈവശാസ്ത്രത്തിൻ്റെ സമയത്തും ഞാൻ ആദ്യ കാലഘട്ടങ്ങളിലൊന്നും പൂർണ്ണമായ തീരുമാനമെടുത്തിട്ടുണ്ടായില്ല ഞാനൊരു വൈദികനാണ്. യഥാർത്ഥത്തിൽ മധുരയ്ക്കടുത്തുള്ള ഷെമ്പകന്നൂർ എന്നൊരു സ്ഥലമുണ്ട്, കൊടൈക്കനാലിലേക്ക് പോകുന്നതിന് തൊട്ട് താഴെയായിട്ടുള്ളൊരു സ്ഥലം. അവിടെ പോയിട്ട് ഞാൻ 1 മാസം ഇങ്ങനെ നിശബ്ദതയിലും പ്രാർത്ഥനയിലും മാത്രമായിരുന്നു. അന്ന് എന്നെ സഹായിച്ചിരുന്നത് ഒരു ഫാദർ ജോസഫ് നോയിനർ എന്ന് പറയുന്ന ഒരു ഈശോ സഭ വൈദികനാണ്. ഒരു വലിയ ചിന്തകനും എഴുത്തുകാരനും. ഒത്തിരി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതുന്നുണ്ട്. വാക്കിംഗ് വിത്ത് ഹിം, പിന്നെ ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്, ഇങ്ങനെയുള്ള ഇത്. മദർ തെരേസയെ യഥാർത്ഥത്തിൽ മദർ തെരേസയാക്കിയതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് മദർ തെരേസയ്ക്ക് ഇങ്ങനെ വലിയൊരു ക്രൈസിസ് ഉണ്ടായിരുന്നു.
ദ ഡാർക്ക് നൈറ്റ്സ് ഓഫ് ദ സോൾ എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ അത് ആഴ്ചകളും മാസങ്ങളും നീണ്ട ഒരു ഇരുട്ടിൽ കൂടെ തടയുന്ന ഒരു അനുഭവത്തിലൂടെ മദർ തെരേസ പോയിട്ടുണ്ട്. അത് പുറത്ത് അറിഞ്ഞത് മദർ തെരേസയുടെ ആ വിശുദ്ധ എന്ന നാമകരണ നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് പുറം ലോകം അറിഞ്ഞത്. ആ കാലഘട്ടത്തിൽ മദർ തെരേസയെ സഹായിച്ചിരുന്ന ഒരു വൈദികനാണ് ഈ ഫാദർ ജോസഫ് നോയനർ. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനിങ്ങനെ ഒരു മാസത്തെ ഒരു പ്രാർത്ഥന, ധ്യാനം, വിചിന്തനം, ഇതിൻ്റെ ഒടുവിലാണ് ഞാൻ തീരുമാനിച്ചത്, യെസ്, ദർ ഇസ് എ മീനിങ് ഇൻ ദിസ് കമ്മിറ്റ്മെൻറ്റ്. ഞാൻ ഈ സമർപ്പണം, എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നതിൽ ഒരർത്ഥമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതും മനസ്സിലാക്കിയതും ആ സമയത്താണ്. അത് 1981 വീണ്ടും 3 വർഷം കഴിഞ്ഞിട്ടാണ് വൈദികനായിട്ട് അഭിഷിക്തനായത്, 1984 ഡിസംബർ 19 അതിനുശേഷം ഇത് 42ാമത്തെ വർഷമാണ്. ഈ 40 വർഷത്തെ അല്ലെങ്കിൽ 40 വർഷത്തിന് മേലെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഞാനിങ്ങനെ ദുഃഖിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്ത പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്. പ്രയാസങ്ങളും ഇങ്ങനെ പ്രക്ഷുബ്ധമായ മാനസിക അവസ്ഥകളിലൂടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഞാനൊരു വൈദികനാകാൻ തീരുമാനമെടുത്തതിലും എൻ്റെ ആ വിശ്വാസത്തിൻ്റെ ഇതിലും എനിക്കൊന്നും ഒരു സങ്കടപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നും സന്തോഷത്തോടു കൂടിയാണ് ഒരു വൈദികനായിട്ട് ജീവിക്കുന്നത്. ഇത് ഞാൻ TV ഇൻ്റർവ്യൂവിന് വേണ്ടി പറയണതല്ല, എൻ്റെ മനസ്സ് തുറന്ന് പറയുക. പലപ്പോഴും ഈ വൈദികരും സന്യസ്തരും ആകുന്നത് ദൈവ വിളിയിൽ നിന്നാണെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞു കേൾക്കുന്നു. ഇത് സിസ്റ്റേഴ്സും കേട്ട ഒത്തിരി സൗഹൃദമുള്ള ദൈവവിളി ഉണ്ടായി, പിതാവിന് അങ്ങനെ ദൈവവിളി ഉണ്ടായി. ദൈവവിളി എന്ന വാക്കിന്റെ ഒരു അർത്ഥം എന്താണ്? ഈ ഉള്ളിൽ നിന്നുള്ള ഒരു ആഗ്രഹം, അഭിവാഞ്ച, അഭീഷ്ടം, അതാണ് ഞാൻ ദൈവവിളി എന്നുള്ളത് കാണുന്നത്. അത് സാവധാനം രൂപപ്പെടുന്നതാണ് നാം ജീവിക്കുന്ന സ്ഥലകാല സാഹചര്യങ്ങളിൽ നിന്നാണ്. എനിക്ക് അങ്ങനത്തെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യം വന്നിരുന്നു. ഒന്ന്, എൻ്റെ ഒരു അങ്കിള് വൈദികനായിരുന്നു, മോൺസിഞ്ഞോർ അലക്സാണ്ടർ വടക്കുംതല. അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് പൊളിറ്റിക്കൽ സയൻസിലായിരുന്നു. അദ്ദേഹമായിരുന്നു ഈ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ക്രൈസ്തവ പത്രം സത്യനാഥ കാഹളം എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടായി. അതിന് പിന്നീട് കേരള ടൈംസ് എന്നുള്ള പേരിൽ എറണാകുളത്ത് അതിൻ്റെ പത്രാധിപരായിരുന്നു. അതിൻ്റെ തുടക്കകാലത്ത് നല്ല എഴുത്തുകാരനും അനുഗ്രഹീതനായ വാഗ്മിയൊക്കെ ആയിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് വരാനായിട്ടുള്ള അതിൻ്റെ പിന്നിൽ ഈ മോൺസിഞ്ഞോർ അലക്സാണ്ടർ വടക്കുംതലയുടെ ധീരമായ നിലപാടുകളുണ്ട്. കാരണം കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഡ്രൈ ഡോക്ക്, അവിടെ ആ കാലത്ത് 500 വർഷം പഴക്കമുള്ള ഒരു സിമിത്തേരിയും വരവുകാട്ട് കുരിശുപള്ളിയും ഉണ്ടായിരുന്നു. ഈ സിമിത്തേരിയും പള്ളിയുമൊക്കെ അവിടെ നിന്ന് മാറ്റിക്കൊടുത്തതിൻ്റെ പിന്നിൽ ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും അവിടുത്തെ ഈ ഷിപ്പ്യാർഡിൻ്റെ അതോറിറ്റീസുമായിട്ട് ചർച്ച ചെയ്ത് ഈ ഒരേ ടേബിളിൻ്റെ 2 വശത്തിരുന്നിട്ട് സമഗ്രമായിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം സ്ട്രാറ്റജി ചാർട്ട് ഔട്ട് ചെയ്തതും ഈ മോൺസിഞ്ഞോർ അലക്സാണ്ടർ വടക്കുംതല. ചരിത്ര പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ഈ അച്ഛൻ്റെ ജീവിതം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. മരട് എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ എല്ലാവർക്കും അറിയാം, കാരണം ഈ ഫ്ലാറ്റ് പൊളിച്ചത് അവിടെ 1959 തുടങ്ങിയ ഒരു ക്ലിനിക്കായിട്ട് തുടങ്ങിയ സ്ഥാപനം ഇപ്പോൾ ഒരു നല്ലൊരു ആശുപത്രിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് അച്ഛൻ്റെ സ്വന്തമായിരുന്നു. അച്ഛൻ തുടങ്ങിയ ഒരു ആശുപത്രിയാണ്. കാരണം അന്ന് മരടെന്ന് പറഞ്ഞത് കൊച്ചു ദ്വീപും ചെറിയൊരു പ്രദേശമാണ്. അവിടെയാണ് എൻ്റെ ജന്മസ്ഥലം. ആ ആശുപത്രിയുടെ തുടക്കക്കാരൻ അച്ഛനാണ്. ത്യാഗത്തോടു കൂടിയാണ് അത് പടുത്തുയർത്തിയത്. കാരണം ആ ഗ്രാമത്തിൽ അങ്ങനെ ഒരു സ്ഥാപനം ആവശ്യമായിരുന്നു. അപ്പോൾ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ തുടക്കം, ഇങ്ങനൊരു ഹോസ്പിറ്റൽ തുടങ്ങിയത്, ഒരു മലയാള പത്രത്തിൻ്റെ തുടക്കക്കാരെന്ന നിലയ്ക്ക് അതെ. പിന്നെ ഈ ഇപ്പോൾ അനുഗ്രഹീതനായ എഴുത്തുകാരൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അതിൻ്റെ മുഖ്യപത്രാധിപരായിരുന്നു. പിന്നീട് CP ശ്രീധരൻ വിഖ്യാതനായ വീക്ഷണത്തിൽ നിന്ന് കേരള ടൈംസിലേക്ക് വന്നതാണ്. പിന്നെ ഈ
മോൺസിഞ്ഞോർ ജോർജ് വെളിപ്പറമ്പിൽ, അദ്ദേഹം അതിൻ്റെ ഈ മാനേജിങ് ഡയറക്ടറായിരുന്നു, പത്രാധിപരായിരുന്നു. PM ജുസേ, ഈ പ്രത്യേകിച്ച് കേരളത്തിലെ ജൂയിഷ് സെറ്റിൽമെൻറ്റിനെ പറ്റി വളരെ ആധികാരികമായിട്ട് യൂത സമൂഹത്തിൻ്റെ അതിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുള്ള പ്രൊഫസർ PM ജുസേ ഒക്കെ ഈ കേരള ടൈംസിൻ്റെ പത്രാധിപരൊക്കെ ആയിരുന്നു. ഏതായാലും അതിൻ്റെ തുടക്കം മുതൽ മോൺസിഞ്ഞോർ അലക്സാണ്ടർ വടക്കുന്നുണ്ട്. അതായത് പത്രപ്രവർത്തനം, സാമൂഹ്യ രംഗം സ്ഥാപനം, പിന്നെ കൊച്ചിയിൽ ഇപ്പോഴും വാസ്തുകല ഒരു വിസ്മയം എന്ന് പറയുന്ന ഒരു കപ്പൽ പള്ളിയുണ്ട്. കൊച്ചിൻ ഈ എറണാകുളത്ത് ഹൈക്കോടതി ജംഗ്ഷൻ്റെ ഓരം ചേർന്നിട്ടുള്ള ഈ സെമി പാരബോളിക് ഷെൽ എന്നുള്ളൊരു മെത്തേഡിലാണ് ഈ തൂണുകളൊന്നുമില്ലാതെ 2 പൈലിലാണ് ഈ വലിയ സ്ട്രക്ചർ നിൽക്കുന്നത്. അത് 1981 അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ആ കാലഘട്ടത്തിൽ ഇത്രയും ചെന്നൈയിൽ നിന്നുള്ള ഒരു ആർക്കിടെക്റ്റ് മിറാൻഡയാണ് അതിൻ്റെ ഈ രൂപകൽപ്പന ചെയ്തത്. അന്ന് അച്ഛനെ പോലത്തുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ ഇത്രയും സാഹസികമായിട്ടുള്ള ഒരു വാസ്തുകല വിസ്മയം തീർക്കാനായിട്ട് പിന്നിലുണ്ട്. അപ്പം അങ്ങനെ എല്ലാ വിധത്തിലും ആദർശ നിഷ്ഠയുള്ളത്. എറണാകുളത്തുള്ള ഏത് പൊളിറ്റീഷ്യൻസും അന്ന് ആദ്യകാലത്ത് അലക്സാണ്ടർ പറമ്പിത്ര, ഈ എറണാകുളത്തുള്ള ഒരു പാലം അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് കൊണ്ട് ഇപ്പോഴും ഓർക്കും. ഈ തേവര തെക്കേറ്റത്തുനിന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലേക്കുള്ള പാലമാണ് ഈ അലക്സാണ്ടർ പറമ്പിത്ര. ഈ അദ്ദേഹത്തെയും ഒപ്പം അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഹൈബീഡൻ്റെ പിതാവ് ജോർജ് ഈഡനും, അതിനു മുൻപ് ബാരിസ്റ്റർ സേവിയർ അക്കലും, അതിനേക്കാൾ മുൻപ് ഡോക്ടർ ഹെൻറി ഓസ്നൊക്കെ ഈ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വന്നതിൻ്റെയും ഒക്കെ പിന്നിൽ മോൺസിഞ്ഞോർ അലക്സാണ്ടർ വടക്കുംതലയുടെ വലിയ പെങ്ങളുടെ മകനാണ്, അനിയൻ്റെ മകൻ. ഈ എൻ്റെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം എനിക്കൊരു പ്രചോദനമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അച്ഛൻ അന്ന് ഈ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ അടുത്തുള്ള ചേർച്ച് ലാൻഡിംഗ് റോഡ് എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിനോട് തൊട്ടടുത്തുള്ള സെയിൻറ്റ് ജോർജ് ചേർച്ച് പെരുമാനൂരത്തെ വികാരിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് വെക്കേഷൻ കാലത്ത് 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ചയൊക്കെ പോയിട്ട് നിൽക്കുമായിരുന്നു. അച്ഛൻ്റെ ജീവിതവും അച്ഛൻ്റെ പ്രവർത്തനങ്ങളും എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് ഒരു വൈദികനാകാനുള്ള ഒരു ആഗ്രഹം, ഒരു അഭിവാഞ്ച എൻ്റെത്. അതാണ് ഈ ദൈവവിളി എന്ന് പറയുന്നത്. അത് സ്വന്തമായിട്ട് ഞാൻ കാണുന്നത്, അതായത് ഉള്ളിൽ തോന്നുന്ന ഒരു ആഗ്രഹം. അത് ദൈവം ഇങ്ങനെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതാകാം, അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളുടെയും അനുഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ നമ്മുടെ ഉള്ളിൽ തോന്നുന്നതാണ്. പിതാവ്, എൻ്റെ ചോദ്യം, ഞാൻ പറഞ്ഞല്ലോ മനുഷ്യന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജനനം, മാതാപിതാക്കൾ. എവിടെയാ ശരിക്കും ജനിച്ചത്? ഞാൻ ജനിച്ചത് യഥാർത്ഥത്തിൽ ഞങ്ങളെ തറവാട് എറണാകുളത്തിനടുത്ത ഈ മരടാണ്. പക്ഷേ എൻ്റെ അമ്മച്ചിയുടെ വീട് അവിടെ നിന്ന് ഒരു 6-7 കിലോമീറ്റർ മാറി പനങ്ങാടാണ്. ആ അമ്മച്ചി വീട്ടിൽ ഒറ്റ മകളെ ഉണ്ടായുള്ളൂ. ആ പനങ്ങാട് സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ താമസിക്കേണ്ടി വന്നു. ആ കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള റോഡ് സൗകര്യം ഒന്നുമില്ല, പുതിയ ഹൈവേ അതൊന്നും വന്നിട്ടില്ല. ആകെ ഉള്ളത് ബോട്ട് മാർഗമാണ് യാത്രാ സൗകര്യം. അതുകൊണ്ട് ഞങ്ങൾ പനങ്ങാട് തന്നെ സെറ്റിൽഡായി. ഞാൻ ജനിച്ചത് 1959 ജൂൺ മാസം 14-ാം തീയതിയാണ്. ഞങ്ങൾ 7 മക്കളാണ്. അമ്മയുടെ പേര്? അമ്മച്ചിയുടെ പേര് മേരി, അപ്പച്ചൻ്റെ പേര് ജോസഫ്. മേരി. എന്താണ് ചാച്ചൻ്റെ ജോലി? ഈ അപ്പച്ചൻ ആദ്യം ഒരു ബ്രിട്ടീഷ് കമ്പനിയുടെ ഓഫീസിലായിരുന്നു വില്ലിംഗ്ടൺ ഐലൻഡിൽ. അന്ന് ആ സ്വാതന്ത്ര്യ സമരം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ദിവസം നന്നായിട്ട് ടൈപ്പ് ചെയ്യുമായിരുന്നു, ഷോർട്ട് ഹാൻഡിൽ എക്സ്പേർട്ടായിരുന്നു, ഈ അക്കൗണ്ട്സിലൊക്കെ ഇതായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എന്നാൽ വിദ്യാഭ്യാസപരമായിട്ട് അത്രയും ഇല്ലാതിരുന്ന ഒരാൾക്ക് പ്രൊമോഷൻ കൊടുത്തു. ഒരു ഇന്ത്യൻ ആയതുകൊണ്ട് പ്രൊമോഷൻ കിട്ടിയില്ല. അപ്പോൾ തന്നെ ഇരുന്നിട്ട് ടൈപ്പ് റൈറ്റിലിരുന്ന് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പോന്നു. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. കാരണം ഒരു ബ്രിട്ടീഷ് കമ്പനിയുടെ ഓഫീസിൽ
ജോലി ചെയ്യുന്നത് ആരെങ്കിലും പെട്ടെന്നത് ഭയങ്കര അഭിമാനമുള്ള കാലഘട്ടം. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു ഉത്ബോധം ഹൃദയത്തിലുണ്ടായിരുന്നത് കൊണ്ടും ഒരു ആയിട്ട് ഉടനെ തന്നെ ഒരു മെഴുകുതിരി കമ്പനി വീട്ടിൽ തുടങ്ങി. അതിനുശേഷം ഒരു 4 മാസത്തിനകം എറണാകുളത്ത് തേവര കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ തെക്കേ ഗേറ്റിൻ്റെ അടുത്ത് ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. എറണാകുളത്തെ 2ാമത്തെ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആ കാലഘട്ടത്തിൽ തുടങ്ങിയത്. ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ചാമ്പ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് എന്നാണ്. അത് എറണാകുളത്തെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ അടുത്തായിട്ടുള്ളതാണ്. ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ അടുത്തായിട്ട് അപ്പച്ചൻ തുടങ്ങിയതിൻ്റെ പേര് പയനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്. രണ്ടാമത്തെ എറണാകുളം ഭാഗത്തുള്ള 2ാമത്തെയാണ്. അത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു. കാരണം ആ കാലഘട്ടത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡിലേക്കാണ് പോണത്. അങ്ങനെ കുറേയധികം കുട്ടികൾ സ്ഥിരമായിട്ട് വന്നിരുന്നു. അവർക്ക് ഈ ബാങ്ക് കോച്ചിങ്ങിന് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയുള്ള ഇതും എടുക്കുമായിരുന്നു. അങ്ങനെ ഒരു അധ്യാപകനായിരുന്നു. അങ്ങനെ അങ്ങോട്ട് മാറി. നിങ്ങൾ 7 മക്കളിൽ എത്രാമത്തെ ആളാണ്? ഞാൻ 3ാമത്തത്. എൻ്റെ മൂത്ത സിസ്റ്റർ ഇപ്പോഴും കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ അടുത്ത് താമസിക്കുന്നു. ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഹസ്ബൻഡ് ജോർജ് ഈ റബ്ബർ ബോട്ടിലെ ജോലി ആയിരുന്നു, ഓഫീസിലായിരുന്നു കോട്ടയത്ത്. 2ാമത്തെ ജ്യേഷ്ഠൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ആയിരുന്നു, ജോസ് ഫ്രാൻസിസ്. ഇപ്പൊ റിട്ടയർ ചെയ്ത് വീട്ടിലുണ്ട്. 3ാമത്താണ് ഞാൻ. പിന്നെ 3 പെങ്ങന്മാർ 3 താഴെയുണ്ട്. അതിൽ ഏറ്റവും ഇളയ പെങ്ങൾ വല്ലാർപാടത്ത് താമസിക്കുന്നു. പിന്നത്തെ സഹോദരി വല്ലാർപാടത്തെ സഹോദരിയുടെ പേര് സ്റ്റെല്ല. പിന്നത്തെ സഹോദരി റെജീന കളമശ്ശേരി സെൻറ്റ് പോൾസ് കോളേജിൽ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. 3ാമത്തെ ഇളയ സഹോദരി ജോയ്സ് എറണാകുളത്ത് സെൻറ്റ് ആൽബർട്ട് സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. എൻ്റെ ചോദ്യം, എല്ലാവരും ഇങ്ങനെ സർവീസിലാണ്, താങ്കൾ മാത്രം എന്തുകൊണ്ടായി? അപ്പൊ ഞാൻ 10ാം ക്ലാസ് വരെയും അത് ഈ പ്രൈമറി വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? എറണാകുളത്ത് ഈ പനങ്ങാട് തന്നെ സെയിന്റ് ആന്റണീസ് എന്ന് പറഞ്ഞിട്ട് പള്ളിയോട് അടുപ്പമുള്ള തൊട്ടടുത്തുള്ള പള്ളിക്കൂടം, അവിടെയായിരുന്നു അമ്മച്ചി പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും പ്രാഥമിക വിദ്യാഭ്യാസം പഠിപ്പിച്ചിരുന്നത് ആ സ്കൂളിൽ തന്നെ. നിങ്ങൾ മക്കൾ തമ്മിലൊക്കെ എത്ര വയസ്സിന്റെ ഡിഫറൻസ്? ഏറ്റവും മൂത്ത പെങ്ങളും ഞാനുമായിട്ടൊരു 6 വയസ്സിന്റെ 2 വയസ്സിന്റെ വ്യത്യാസം. 3 വയസ്സ് 4 വയസ്സ്. ആ കാലത്ത് ജീവിത പശ്ചാത്തലം എങ്ങനെ ഉണ്ടായിരുന്നു? ഭാഗ്യത്തിന് എനിക്ക് എൻ്റെ ബാല്യകാലം ഒരു പ്രയാസവും ഇല്ലാത്തൊരു ബാല്യകാലമായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ പട്ടിണി അറിഞ്ഞിട്ടില്ല. കാരണം അമ്മച്ചി ഒരു എയ്ഡഡ് സ്കൂളിൽ ജോലിയുണ്ട്. അപ്പച്ചനും ആവശ്യത്തിന് താമസം ഈ എല്ലാ പനങ്ങാടാണ് സ്ഥിരം. പക്ഷേ എല്ലാ വീക്കെൻഡിലും ഈ ഫ്രൈഡേ വൈകുന്നേരം, വെള്ളിയാഴ്ച വൈകുന്നേരം മരട്ടിലേക്ക് വരും. തിങ്കളാഴ്ച രാവിലെ തിരികെ പനങ്ങാട്ടേക്ക് വരും. കൊച്ചിയൊന്നും അല്ലല്ലോ അന്നത്തെ കൊച്ചി. ആ കൊച്ചിയുടെ ഒരു അന്തരീക്ഷം എങ്ങനെ ഓർമ്മയിൽ വരുന്നത്? ഈ പനങ്ങാടിന്റെ തൊട്ട് അടുത്തുള്ള കായലാണ് കൈതപ്പുഴ കായൽ. ഓർക്കുന്നുണ്ടാവും കൈതപ്പുഴ കായലിലെ ഓഹോ ഓഹോ. ആ കൈതപ്പുഴ കായലും അല്ലെങ്കിൽ അതിനേക്കാൾ പഴയ ഒരു പാട്ട് ഓർക്കുന്നുണ്ടാവും, മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണു നീ. അതില് കായൽ നീരകളിൽ കൈതപ്പുഴ. ആ കൈതപ്പുഴ കായലാണ് ഈ പനങ്ങാടിൻ്റെ മനോഹാരിത കൂട്ടണം നേർക്കുണ്ട്. ഈ കൈതപ്പുഴ കായലിൻ്റെ കൈവഴിയിലൂടെയാണ് ഈ വഞ്ചിയിലാണ് മരട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും അന്ന് അവിടെ ഒരു പീതാംബരൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു ഈ തോണിയൊക്കെ തുഴയുന്നത്. അദ്ദേഹം റെഡിയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിലെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നേരെ മരട്ടിലേക്ക് പോകും. എന്നിട്ട് ശനി ഞായർ അവിടെ മരട്ടിൽ ചെലവഴിച്ചിട്ടും തിങ്കളാഴ്ച രാവിലെ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരും. അങ്ങനെ വെള്ളിയാഴ്ച വരെയും. അതായത് അന്ന് അങ്ങനെ ശനിയാഴ്ചകളിൽ ഇപ്പോഴത്തെ പോലെ ക്ലാസ്സുകൾ അങ്ങനെ ഉണ്ടാകാറില്ല. അപ്പൊ കൃത്യമായിട്ട് ഫ്രീ ആയിട്ട് പിന്നെ എല്ലാവരും അവിടെ മരട് വീട്ടിൽ വരും. അങ്ങനെ ഇഷ്ടംപോലെ മാങ്ങയും ചക്കയൊക്കെ ഉള്ള ഒരു പറമ്പാണ്. അപ്പൊ അതൊക്കെ അടിച്ചു പൊളിച്ചുള്ള നല്ല ഒരു ബാല്യകാലം. പിന്നെ ഞങ്ങൾ 7 മക്കളുണ്ടായിരുന്നുകൊണ്ട് ഈ പഠനത്തിൽ പരസ്പരം സഹായിക്കും. എല്ലാ കാര്യത്തിലും ഇടക്ക് കുസൃതിയും വഴക്കും ഇതൊക്കെ ഉണ്ട്. അത് വേണമല്ലോ, അല്ലെങ്കിൽ ഈ കുട്ടിക്കാലം മനോഹരമാണ്. എങ്കിലും ഈ പിന്നെ അപ്പച്ചൻ എല്ലാ ദിവസവും രാവിലെ തേവരയിൽ പോകും. തിരിച്ചു വരുമ്പോൾ ബോട്ട് മാർഗമാണ് അന്നാകെ ഉള്ളത്. ലേറ്റ് ആകും, ഒരു 8:30 9 മണിയൊക്കെ ആകും. എങ്കിലും ഞങ്ങൾ അപ്പച്ചൻ എല്ലാവരും ഒരുമിച്ച് വന്നിട്ടേ ഉള്ളൂ രാത്രി ഭക്ഷണം കഴിക്കുള്ളൂ. ഈ ആ കാലഘട്ടത്തിൽ
ഈ മക്കൾ നിങ്ങൾ ഈ പഠിക്കുന്ന കാലഘട്ടം ഈ സ്കൂള് 10ാം ക്ലാസ് വരെ ഒരേ സ്കൂളാണോ അതെയോ പിന്നെ പ്രൈമറി കഴിഞ്ഞിട്ട് ഹൈസ്കൂളിലേക്ക് അതായത് 4ാം ക്ലാസ് വരെയും ഈ പള്ളിയോടനുബന്ധിച്ചിട്ടുള്ള അത് സെയിന്റ് കഴിഞ്ഞ് ആനീസ് അത് പള്ളി. കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഹൈസ്കൂൾ പനങ്ങാടൻ ഒരു ഇപ്പം അത് ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് വന്നിട്ടുണ്ട്. അതും വീട്ടിൽ നിന്നൊരു 5 മിനിറ്റ് ഈ നടന്നാൽ മതി. സ്കൂൾ കാലഘട്ടം ക്ലാസ് അന്നത്തെ യൂണിഫോം അന്നത്തെ പഠനം അതൊക്കെ എങ്ങനെയാ ഓർമ്മ? ഈ അന്ന് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 2 ടൈപ്പ് ഈ എന്താണ് യൂണിഫോം ഉണ്ടല്ലോ. പെൺകുട്ടികൾക്ക് പച്ചയും വെള്ളയും, ഉം. ആൺകുട്ടികൾക്ക് നീലയും വെള്ളയുമായിട്ടുള്ളത്. പിന്നെ ഭാഗ്യത്തിന് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലെ പ്രധാന അധ്യാപകൻ വി ഗോപിനാഥൻ മേനോൻ, അദ്ദേഹവും എൻ്റെ ഫാദറും അവിടുത്തെ പനങ്ങാട് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അപ്പച്ചന് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, സജീവ രാഷ്ട്രീയം അല്ലെങ്കിലും പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഉദാഹരണം, ഇപ്പോൾ പനങ്ങാടേക്ക് വാഹന സൗകര്യങ്ങളും റോഡും ബസ്സും ഒക്കെ ഒത്തിരിയുണ്ട്. പക്ഷെ ആ കാലഘട്ടങ്ങളിൽ ആദ്യത്തെ ഒരു പാലം വരാൻ വേണ്ടി ഞങ്ങൾ പനങ്ങാടെന്ന് കുറേയധികം പേര് എറണാകുളത്ത് പോയിട്ട് ഒരു സമരം നടത്തിയിരുന്നു. അന്നത്തെ ആ സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ എഴുതിയത് അപ്പച്ചനാണെന്ന് ഞാൻ എപ്പോഴും ഓർക്കും. അതായത് എന്നിട്ട് ആ മുദ്രാവാക്യം എഴുതിയിട്ട് ഞങ്ങൾ ആദ്യം ആ മുദ്രാവാക്യം പറഞ്ഞ് പഠിപ്പിച്ച് ഏറ്റുപാടിയത് ഞാൻ എപ്പോഴും ഓർക്കും. ആ മുദ്രാവാക്യത്തിൽ ഒരെണ്ണം ഇതാണ്: തൊട്ടടുത്തൊരു സിറ്റിയിലെത്താൻ 8.5 നാഴിക പുലരും മുമ്പേ കെട്ടുമുറുക്കും യാതന മാറ്റാൻ ജനാവലികൾ മുന്നോട്ട്, തന്നേ തീരൂ തന്നേ തീരൂ പാലം ഞങ്ങൾക്ക് തന്നേ തീരൂ, അന്നേ തീരൂ അന്നേ തീരൂ ഞങ്ങളുടെ സമരം അന്നേ തീരൂ എന്ന് പറഞ്ഞിട്ട്. അതെ, ഇത് ആ മുദ്രാവാക്യങ്ങളെല്ലാം അപ്പച്ചൻ എഴുതി ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ ഞങ്ങളും ഈ എനിക്ക് കൊണ്ട് ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ആ സമരത്തിന് വേണ്ടി എറണാകുളത്ത് പോയത്. പനങ്ങാടെന്ന് വലിയൊരു ജനാവലി, ഈ അക്ഷരാർത്ഥത്തിൽ നഗരം സ്തംഭിപ്പിച്ച പോലത്തെ ഒരു സമരം അന്നുണ്ടായിരുന്നു. ആ സമരത്തിൽ നിങ്ങളെല്ലാം പങ്കെടുത്തു കുട്ടികളടക്കം പോയി. ഈ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എല്ലാവരും പങ്കെടുത്തു.